ഗുഡ് മോർണിംഗ്. ഗോതമ്പ് നുറുക്ക്, ചെറിയ ഇതായിട്ടുള്ള ഗോതമ്പ് നുറുക്കിനെ കൊണ്ടുള്ള ഒരു പായസമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇവിടെ അതിന് ദലിയ എന്നാണ് പറയുക. അത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഗോതമ്പ് നുറുക്ക് അതിനെക്കൊണ്ട് നമുക്ക് ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിലൊക്കെ ഉപ്പുമാവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ അമേരിക്കയിൽ നിന്നോ US നിന്നോ എവിടെ നിന്നൊക്കെയോ അയച്ചു കൊടുക്കുന്ന ഗോതമ്പ് നുറുക്കൊണ്ടാണ് അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് തോന്നുന്നു. ആ ഉപ്പുമാവിൻ്റെ മണമൊക്കെ നല്ല അടിപൊളി മണമായിട്ട് കഴിക്കണം എന്നുള്ള എത്രയോ ആശിച്ചിട്ടും ഒരു പ്രാവശ്യം പോലും ലൈഫിൽ കഴിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നായിരുന്നു അന്ന് വീട്ടിലുണ്ടായിരുന്ന റൂള്. നമ്മൾ സ്കൂളിൽ നിന്ന് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പം മറ്റു കുട്ടികളൊക്കെ ഉപ്പുമാവ് അവിടെ നിന്ന് കഴിക്കുന്ന സമയത്ത് ആ ഉപ്പുമാവിൻ്റെ മണമൊക്കെ കേട്ട് കൊതിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഒരിക്കൽ പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ റവയുപ്പുമാവിൻ്റെ മണം, റവയല്ല അത് ആ ഗോതമ്പ് നുറുക്കിൻ്റെയൊക്കെ ഉപ്പുമാവിൻ്റെ മണമൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഇപ്പം ഞാൻ ഗോതമ്പ് നുറുക്ക് ഇവിടെ വാങ്ങുന്ന സമയത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നല്ല കുറച്ച് വലിയ തരിയാകുമ്പില്ല, റവയേക്കാളും കുറച്ചും കൂടി വലിയ തരിയാണല്ലോ ഗോതമ്പ് നുറുക്കിന്. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒരു തോന്നൽ വന്നു, ഞാൻ അമ്പലത്തിൽ നിന്ന് മറ്റോ ഒരു ദിവസം കുടിച്ചതാണ് ഇങ്ങനെ ഗോതമ്പ് നുറുക്കിൻ്റെ പായസം. അപ്പം തോന്നി അത് നല്ല ഒരു കാര്യമാണല്ലോ എന്ന് തോന്നിയിട്ട് ഗോതമ്പ് നുറുക്കിൻ്റെ പായസമാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടാക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പെട്ടെന്നാണ് ഓർമ്മ വന്നത്, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞു. ആദ്യം ഗോതമ്പ് നുറുക്ക് നമ്മൾ കഴുകി അടുപ്പത്ത് വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് 1-2 വിസിൽ അടിക്കുമ്പോൾ അത് വെന്തടിഞ്ഞൊന്നും പോകാൻ പാടില്ല. 1-2 വിസിലാകുമ്പോൾ അതിങ്ങനെ തരിതരിയായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. തരിതരിയായിട്ട് നിൽക്കണം അങ്ങനെ. അതിലേക്ക് ശർക്കര പാനിയാക്കിയിട്ട് ഒഴിക്കുക. നമുക്ക് മധുരം ആവശ്യത്തിനനുസരിച്ച്. അല്ലാതെ മധുരമായാലും ഇതുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നമുക്ക് കുടിക്കാനാവില്ല കുറേ. അപ്പം ശർക്കര ഉരുക്കി ഒഴിച്ച് അതും കഴിഞ്ഞു. പിന്നെ ഏലക്കായ പൊടിച്ച് അതും ഇട്ട് കഴിഞ്ഞു. പിന്നെ അപ്പോഴാണ് ഓർമ്മ വന്നത്, എന്തായാലും ഇനി തേങ്ങ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങാൻ്റെ ചെറിയ ചെറിയ പീസുകൾ വറവിടല്ല ചെയ്യുന്നത്, തേങ്ങ ചിരകിയത് ഇതിനകത്തേക്ക് ചേർക്കുക ചെയ്യുന്നത്. അപ്പം അത് മുതൽ കാണിക്കാം. ഓക്കെ, ഇതാണ് ഗോതമ്പ് നുറുക്ക്. വീറ്റ് ദലിയ എന്ന് എഴുതിയിരുന്നതിനകത്ത് ഗോതമ്പിൻ്റെ നുറുക്ക് ഇവിടെ പ്ലേറ്റിലിട്ട് കാണിക്കാം. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കാണിക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് ഗോതമ്പ് നുറുക്ക്. റവയേക്കാൾ കുറച്ചും കൂടി വലിയ തരികളായിരിക്കും. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഇത് നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതായിരിക്കും. ഇവിടെയൊക്കെ കിട്ടുന്നതാണ്. ഞാനത് ഒന്നും കൂടി ക്ലിയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഗോതമ്പ് നുറുക്ക്. ഇതിനെക്കൊണ്ടുള്ള പായസമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇങ്ങനെ. ഇത് ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചതാണ്. ശർക്കര നമുക്ക് ക്യൂബ്സായിട്ട് കിട്ടും. പണ്ട് ശർക്കര ആണിയായിട്ട് നമ്മൾ നാട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ, അതിനിപ്പോൾ ശർക്കര ക്യൂബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ കിട്ടും. ഇതുണ്ടോ, ഇതാണ് ജാഗരി ക്യൂബ്സ്. ഇതുണ്ട് ഉള്ളിൽ ശർക്കര ആണികൾ തന്നെയാണിത്, ചെറിയ ചെറിയ ആണികൾ. അതിന് ജാഗരി ക്യൂബ്സ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ശർക്കര പൊടിയായിട്ടും കിട്ടാനുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ കൂടി ചേർത്തു. അതിൽ തേങ്ങ ഇട്ടു കേട്ടോ, തേങ്ങ ചിരകി ഞാൻ ഇട്ടു. അത് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോയിൽ പിടിച്ചു, പക്ഷെ എന്തോ കാരണം കൊണ്ട് അത് മാഞ്ഞു പോയി. എൻ്റെ വീഡിയോ ശരിയായില്ല, അതുകൊണ്ട് അതും കാണിക്കാൻ പറ്റിയില്ല. ഞാൻ തേങ്ങ ചിരകിയിട്ടിട്ടുണ്ട്. ചിരകിയിട്ടാണ് ഇട്ടുള്ളത്. തേങ്ങ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വറവിലിടല്ല ചെയ്തിട്ടുള്ളത്. തേങ്ങ ചിരകിയിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത്, ഏലക്കായ പൊടിച്ചത് ഇതിനകത്ത് ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ ചേർത്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ച് നിങ്ങളെ കാണിക്കായിരുന്നല്ലോ എന്ന്. അപ്പം ഇത് ഇനി ഇതിനകത്തേക്ക് നെയ്യ് മാത്രമേ ചേർക്കാനുള്ളൂ. നമ്മളിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് വളരെ നല്ല ടേസ്റ്റുള്ളൊരു നെയ്യാണ്. ഏകദേശം 1 സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കട്ടെ. കഴിഞ്ഞു, പായസം റെഡിയായി. ഇനി ഇത് അടച്ചു വെക്കാം. സ്റ്റൗ ഓഫ് ചെയ്യണം.
നമ്മളുടെ ഈ നെയ്യ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന നെയ്യാണ്, നാട്ടിൽ കിട്ടുന്ന നെയ്യല്ല. ഇത് കൺട്രി ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. ആ ആപ്പിൽ കൂടിയാണ് നമ്മൾ പാല് വാങ്ങുന്നത്. എല്ലാ ദിവസവും രാവിലെ നമ്മളുടെ വീട്ടിൻ്റെ മുമ്പിലൊരു ബാഗ് തൂക്കി വെക്കും ഗേറ്റിൻ്റെ മേലെ. അതിൽ പാല് കൊണ്ടുപോയി വെക്കും. 1 ലിറ്റർ പാലാണ് വാങ്ങുന്നത്. അപ്പോൾ അതവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ആ പാലിൻ്റെ അവരുടെ തന്നെ പ്രോഡക്റ്റാണ് ഈ കൺട്രി ഡിലൈറ്റ് എന്ന് പറഞ്ഞ നെയ്യ്. നമ്മൾ ഒരു കുപ്പിയും കൂടി എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതാണ് നെയ്യ്. ഈ നെയ്യ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, സാധാരണ വേറെ നെയ്യുകൾ ഇത്രയും ഒരു ടേസ്റ്റുള്ള നെയ്യ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. കുക്കർ കഴുകാനുണ്ട്. തേങ്ങ ഇപ്പം ചിരകി എടുത്തതാണിത്. വലിയ ഉള്ളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത തേങ്ങയാണ്. ഞങ്ങളുടെ മുറ്റത്തുള്ള തെങ്ങിൽ തേങ്ങ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തേങ്ങ ക്ഷാമമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കങ്ങനെ അത്ര ചിരകിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പായസം അടച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പായസം റെഡിയായി. കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞാൽ കുടിക്കാം. പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ തണുത്ത പായസം നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കുടിക്കാം. ഓക്കെ, നമ്മൾ ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് നുറുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണെന്നുള്ളത്.